എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി, ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. ഒരുപാട് വാഗ്ദത്തങ്ങൾ നിറഞ്ഞ, ഒരുപാട് നന്മകളാൽ നിറയ്ക്കുന്ന, ഒരു ക്രിസ്തു ഭക്തന് വേണ്ട സകല നന്മകളെ പറ്റിയും വ്യക്തമായി അടിയുറപ്പിച്ച്, ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മുദ്രാമോതിരം കൊണ്ട് ഉറപ്പിക്കുന്നത് പോലെ അരക്കിട്ട് ഉറപ്പിച്ച ഒരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പദങ്ങളും നമ്മൾ ധ്യാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഹൃദയം അറിയാതെ തന്നെ നന്ദിയാൽ നിറയാൻ തുടങ്ങും. കാരണം അത്രയും ആഴമേറിയ വാക്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശത്രുവിനെ ഭയക്കണ്ട, ദീർഘായുസ്സുണ്ട്, കല്ലിൽ തട്ടിപ്പോകാതെ നിന്നെ കാക്കും, ദൈവിക സംരക്ഷണം അതിനകത്തുണ്ട്, ദൈവിക കരുതലുണ്ട്. എല്ലാറ്റിനും മേലെ ഇതൊക്കെ അനുഭവിക്കാൻ നിനക്ക് ദീർഘായുസ്സും തരുന്നൊരു കർത്താവിൻ്റെ കരമുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്ന, യഥാർത്ഥമായി പിൻപറ്റുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. അതിൻ്റെ 8-ാമത്തെ വാക്യം, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. അടുത്ത വാക്യം, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു. അടുത്ത വാക്യം ആണ്, ഒരു അനർത്ഥമൊന്നും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് നേരെ അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു പക്ഷേ കല്ലിൽ തട്ടി വീഴേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം, അവിടെയും ദൈവത്തിൻ്റെ കരുതൽ നിന്നോട് കൂടെയുണ്ട്. കല്ലിൽ തട്ടി വീണു പോകേണ്ട, ഉടഞ്ഞു പോകേണ്ട സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ കണ്ടേക്കാം. പക്ഷെ ദൈവത്തിൻ്റെ സംരക്ഷണം നിന്നോട് കൂടെയുണ്ടെങ്കിൽ ആ കല്ലിൽ തട്ടി വീണ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാനല്ല, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു കർത്താവിന്റെ കരം നിന്നോട് കൂടെയുണ്ടെന്ന് ഈ സങ്കീർത്തനത്തിലൂടെ പറഞ്ഞ് മറ്റൊരു ഭാഗത്തിലേക്ക് കയറുകയാണ്. 138-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. കല്ലിൽ തട്ടിപ്പോക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രതികൂല സാഹചര്യങ്ങളായിക്കോട്ടെ, ഏതൊക്കെ പ്രതിസന്ധിയുടെ വേളകളിലാണെങ്കിലും, ഏതൊക്കെ കഷ്ടതയുടെ നടുവിലാണെങ്കിലും കർത്താവിനോട് പറയണം, കർത്താവേ നീ ആ കഷ്ടതയുടെ നടുവിലാണെങ്കിലും, വീഴ്ചയുടെ വേളകളിലാണെങ്കിലും നീ എന്നെ ജീവിപ്പിക്കുന്നത് കർത്താവാണ്. ഒരു പക്ഷെ ലോകം നിന്നെ നോക്കി ഇതോടെ അവസാനിച്ചു, ഇനി അവന്റെ പേര് ഈ ഭൂമുഖത്ത് കാണത്തില്ലെന്ന് ആരൊക്കെ നിന്നെ നോക്കി വിധി പറഞ്ഞാല്, ഇന്ന് പകൽ വിശ്വാസത്തോടെ അവനെ നോക്കി വിളിച്ചു പറയണോ, ഞാൻ ഈ കഷ്ടതയുടെ നടുവിലാണെങ്കിലും നീ എന്നെ ജീവിപ്പിച്ച് ഉത്തരമരുളുന്ന ഒരു കർത്താവാണെന്ന്. ഇവിടെ ദാവീദ് പറയുകയാ, ഞാൻ കഷ്ടതയുടെ അങ്ങേയറ്റത്തെ നടുവിലാ. കഷ്ടത അങ്ങേയറ്റ ഒരു പ്രശ്നം കഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നം എന്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് മാനുഷികമായി തോന്നുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈ കഷ്ടത ദൈവത്താൽ വന്നതായതുകൊണ്ട് അതിന്റെ നടുവിൽ നീ എന്നെ ജീവിപ്പിക്കും. അടുത്ത പദമാ എനിക്ക് എന്നെ കൂടുതൽ ബലപ്പെടുത്തുന്നത്, എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടി നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. ശത്രു നോക്കി നിൽക്കുകയാ നിന്നെ പരാജയപ്പെടുത്തുവാൻ, ശത്രു നോക്കി നിൽക്കുകയാ നിന്നെ അപമാനിക്കുവാൻ, ശത്രു നോക്കി നിൽക്കുക നിന്നെ ലജ്ജിപ്പിക്കുക. പക്ഷെ ദൈവത്തിന്റെ വലം കൈ നിന്നോട് കൂടെയുള്ളതാണ്. ആ ശത്രുവിനെ നോക്കി ലജ്ജിക്കുമാതെ അവൻ നിന്റെ വലം കൈക്ക് പിടിച്ച് രക്ഷിക്കുന്നത് കർത്താവാ. ദാവീദിന്റെ ജീവിതത്തിൽ വനാന്തരത്തിൽ ആടിനെ മേയ്ക്കുന്ന സന്ദർഭത്തിൽ ഒന്നും ഒരു പ്രശ്നവും അവന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി കാണത്തില്ല, ഉണ്ടായതായിട്ടൊന്നും പറയുന്നതുമില്ല. അവിടെയൊക്കെ സൈലന്റാ. പക്ഷെ അഭിഷേക തൈലം അവന്റെ നേരെ വീണപ്പോ, കാട്ടിൽ ജീവിച്ചിരുന്നവന് അന്ന് വരെയില്ലാത്ത സിംഹം അവനെ പിടിക്കുവാൻ വന്നിട്ടുണ്ട്, കരടി അവനെ പിടിക്കുവാൻ വന്നിട്ടുണ്ട്. നാട്ടിൽ വന്നപ്പോൾ ഇതാ ഫെലിസ്ത്യൻ അവന്റെ നേരെ വരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കിക്കേ. അഭിഷേക തൈലം വീട്ടിൽ വന്ന് അവന്റെ തലമേൽ ഒഴിച്ച് അന്ന് തൊട്ട് തുടങ്ങി വീടിനകത്ത് ഒരു പ്രശ്നം.
ഒന്ന് മനസ്സിലാക്കിക്കോണം, നീ ആത്മാവിൽ ഒന്ന് പുതുക്കം പ്രാപിക്കാൻ തുടങ്ങുമ്പോൾ വീടിനകത്ത് പോലും പ്രശ്നമാ സഹോദരങ്ങളാ, നീ ഒറ്റപ്പെട്ടവനായി മാറും. ദൈവത്തിന്റെ വലങ്കൈ നിന്നോട് കൂടെയുള്ളതുകൊണ്ട് നീ അവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോകുവാനല്ല, വലങ്കൈ നിന്നെ രക്ഷിക്കുന്നത് കർത്താവിന്റെ കാര്യം. അവിടെ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നമ്മൾ വായിച്ച വാക്യം 138:7. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി. കഷ്ടതയുടെ നടുവിൽ നിൽക്കുമ്പോൾ, ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ, മുൻപോട്ട് വഴിയില്ലാതെ എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണമെന്നോ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നൊന്ന് നിലവിളിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ചെന്നൊന്ന് മുട്ടുമടങ്ങി കർത്താവിനോടൊന്ന് വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, അതിനകത്ത് നിനക്ക് ഉത്തരമരുളുന്ന, ബലം നൽകുന്ന, ധൈര്യപ്പെടുത്തുന്ന കർത്താവിന്റെ കാര്യം അവിടെ ഇറങ്ങി വന്നിരിക്കും. നമ്മുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടൊന്ന് അതിനെ എന്തു ചെയ്യും? തരണം ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ശരിയാണോ? എന്ത് പ്രശ്നം വന്നാലും, ഏത് പ്രതികൂലം വന്നാലും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മാനുഷികമായി അതിനെ എനിക്ക് എങ്ങനെ നേരിടാം. എനിക്ക് നേരിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ ഉണ്ട്. അടുത്ത നമ്മുടെ 2 ഫ്രണ്ട്സ് കാണും, അവരോട് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏത് ലോകത്തിൽ ഏത് നല്ല മനുഷ്യനാണെങ്കിലും അവന് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത 2 രഹസ്യം പറയാൻ പറ്റുന്ന 2 സുഹൃത്ത് പറ, നിങ്ങൾക്കൊന്നും അതില്ലാത്ത പോലെ കാണും. അവരോട് നമ്മൾ എന്ത് ചെയ്യും? പറയും. അവർ പറഞ്ഞിട്ട് അവസാനം നടന്നില്ലെങ്കിൽ, അവൻ യഹൂദനാണെങ്കിൽ അവർ അവസാനം കൈ മലത്തിട്ട് പറയും, എടവേ ഞങ്ങളുടെ കയ്യിൽ ഇനി ഒന്നുമില്ല, പിടിച്ചേക്ക്, നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം, നമുക്ക് എന്തെങ്കിലും അതിനകത്ത് എല്ലാം ഉണ്ട്. ശരിയാണേ? എന്നാൽ ഈ പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലോട്ട് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഉത്തരം മരുളുക മാത്രമല്ല, നിൻ്റെ ഉള്ളിൽ ഭയത്തെ മാറ്റി അവിടെ ബലം നൽകി നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരാത്മ സാന്നിധ്യം നിൻ്റെ പ്രാർത്ഥന മുറിക്കകത്തോട്ട് ഇറങ്ങി വരുവാനിടയിൽ ഒരിക്കൽ കൂടെ ആ ദൂത് ഞാൻ കൈമാറുകയാ. നിൻ്റെ പ്രശ്നത്തിൻ്റെ വേളകളിൽ മനുഷ്യരിലേക്ക് നോക്കാതെ, നിൻ്റെ പ്രയാസത്തിൻ്റെ വേളയിൽ മനുഷ്യരിലേക്ക് നോക്കാതെ, നീ പ്രാർത്ഥന മുറിക്കകത്തേക്ക് കയറി ചെന്നിട്ട് സ്വർഗസ്ഥനായ നിന്റെ പിതാവിനോട് നീ വിളിച്ചപേക്ഷിക്കുക. അവൻ നിനക്ക് ഉത്തരം അരുളുകയും നീ ഭയപ്പെട്ട അതേ വിഷയത്തിന്റെ മേൽ നിന്റെ ഹൃദയത്തിന്റെ ബലം നൽകി നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കരം ആ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരുവാനിടയായി തീരും. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. 42-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? എവിടെ വെക്കണം പ്രത്യാശ? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? 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 എന്തേ ഞരങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തേ ഞരങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് നമ്മളെ ഇട്ടങ്ങോട്ട് എപ്പോൾ നോക്കിയാലും, ഭക്ഷണം കഴിച്ചാലും, ജോലിക്ക് പോയാലും, സന്തോഷത്തിൻ്റെ അനുഭവം വന്നാലും അവിടെയും ഇത് നമ്മെ ആ സന്തോഷത്തിനകത്തോട്ട് ഇറങ്ങുവാൻ കഴിയാതെ മാനസികമായി നമ്മെ അത് ഒരുപാട് അതിനെ നമ്മെ അങ്ങ് വിഴുങ്ങിക്കളയുമാറ് അത് നമ്മെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകല് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടൊന്ന് കടന്ന് അവനിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിൻ്റെ മുഖത്തെ പ്രകാശപൂരിതമാക്കുന്ന ഒരു കർത്താവാ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലോട്ട് ഞാൻ പറയാം. ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നമ്മളോട് നന്നായിട്ട് ക്ലോസ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ മുഖത്തൊന്ന് ക്ലീനായിട്ട് വായിച്ചറിയാൻ പറ്റും. എത്രയൊക്കെ ചിലരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് അതൊന്നും കാണിക്കത്തില്ലെങ്കിലും, പക്ഷെ അവരുടെ മുഖത്ത് നിന്ന് കൃത്യമായിട്ട് അവരുടെ കൈ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ അവർ ഇടപെടുന്ന കാര്യങ്ങൾക്കകത്തൊന്നും ഒരു മാറ്റവും അവരുടെ കയ്യിൽ നിന്ന് ഇല്ലെങ്കിലും, ഒരു ഭാവവ്യത്യാസമില്ലാതെ, ഒരു എക്സാമ്പിൾ പറയാം. എന്നോടൊരാൾക്ക്, ഈ ചർച്ചിനകത്ത് ഒരാൾക്ക് പിണക്കമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നന്നായി അതിനെ പെരുമാറാൻ പറ്റും. പുറത്ത് കാണിക്കാതെ നന്നായിട്ട് പെരുമാറാൻ പറ്റും. നന്നായിട്ട് പറ്റും.
അഭിനയിക്കാൻ നമ്മളെ കഴിഞ്ഞിട്ടുള്ളൂ ഫിലിം സ്റ്റാർസ്. നന്നായി പറ്റും, അഭിനയിക്കാൻ നന്നായി പറ്റും. പക്ഷേ ഈ അഭിനയമൊക്കെ മാറ്റിയിട്ട് അവൻ്റെ ഹൃദയത്തിനകത്ത് അത് കടന്ന് വിങ്ങുന്ന വിങ്ങലുണ്ടല്ലോ, ഒരു വല്ലാത്ത വേദനയാണ്. ഒരു മനുഷ്യനോട് ചെന്ന് പറയാനൊക്കത്തില്ല. ഒരു മനുഷ്യനോട് ചെന്ന് ഇതാരോടൊന്ന് ഷെയർ ചെയ്യുന്നേ പറ്റത്തില്ല. ഹൃദയത്തിനകത്ത് വേദനയാണ്. പക്ഷെ നീ പ്രാർത്ഥന മുറിക്കകത്ത് കയറി വെച്ച് ദൈവത്തോടൊന്ന് പറയാൻ തയ്യാറാണെങ്കിലുണ്ടല്ലോ, ആ പ്രശ്നത്തെ നന്നായി മനുഷ്യൻ ഇടപെട്ടാൽ എവിടെയെങ്കിലും ഒക്കെ കീറലും മുറിയലും ഉരുമലും ഒക്കെ നടക്കും. പക്ഷെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ തയ്യാറാണെങ്കിലോ, ഒരു വേദനയിലുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ അതിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ട്. ഞാനത് ഈ സഭ തുടങ്ങിയപ്പോൾ തൊട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലിൽ പ്രശ്നം വരുമ്പോൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നുണ്ടോ? അവൻ നിൻ്റെ മുഖത്തെ ആദരിക്കുന്നൊരു കർത്താവ്. അവൻ ആദരിക്കുക മാത്രമല്ല, നിൻ്റെ മുഖത്തിനകത്തൊരു ശോഭ അവൻ തന്നിരിക്കും. അവൻ നിനക്ക് രക്ഷകനായിട്ട് കടന്നു വന്നിരിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ അവിടെ പൗലോസിനെ പറ്റി വളരെ ദീർഘമായി പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത്, മിനിസ്ട്രിക്കകത്ത്, അല്ലെങ്കിൽ പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ച ചില ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ അത് പിടിച്ചുലച്ചതുകൊണ്ട് ആ ഭാഗം ഇതിനോട് ചേർത്ത് കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുക. നമ്മൾ വായിച്ച ഭാഗം, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. പൗലോസിനെ കൈസരയിലേക്ക് കൊണ്ടുപോവുക, റോമയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം. അഭയം ചൊല്ലി തൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ പല പ്രശ്നങ്ങളുണ്ടായി കൈസരെ അഭയം ചൊല്ലുകയാൽ അവർ റോമയിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് അവിടെ വായിക്കുന്നത്. അതിൻ്റെ 6-ാം 7-ാം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ഇറ്റലിക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ട് ഞങ്ങളെ അതിൽ കയറ്റി. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി. അതിൻ്റെ അവസാനത്തെ ഭാഗം, കാറ്റ് സമ്മതിക്കായകയാൽ ക്രേത്തദ്വീപിൻ്റെ മറപറ്റി സൽമോനയ്ക്ക് നേരെ ഓടി. കര പറ്റി പ്രയാസത്തോടെ ശുഭ തുറമുഖം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളെത്തി. കപ്പൽ യാത്രയിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോമയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ കപ്പൽ വേഗതയിൽ പോകുവാൻ കഴിയാത്ത രീതിയിൽ വളരെയധികം പ്രയാസത്തോടെ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇന്ത്യയിലെത്തേണ്ട ഫ്ലൈറ്റ് ബഹുദിവസമായിട്ടും ഇന്ത്യയിൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലോട്ടൊന്ന് പറഞ്ഞെന്ന് മാത്രം, ഇന്ത്യയിൽ എത്തിയില്ല. അന്നത്തെ കാലത്ത് ഫോൺ സംവിധാനമില്ല, കോണ്ടാക്റ്റ് ചെയ്യാൻ ഒരു ഉപാധികളുമില്ല. വളരെയധികം പ്രയാസമായിട്ടിരിക്കുന്ന ഒരു സമയം. അവിടെ പറയുന്നു, ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി. ഒരു പ്രശ്നം കഴിഞ്ഞിട്ടാണ് ഈ കപ്പലിനകത്തോട്ടൊന്ന് കയറി പറ്റിയത്. കപ്പലിനകത്ത് കയറി ഇപ്പോൾ കപ്പൽ എന്ത് ചെയ്യുക, നടക്കുന്നതിന് തുല്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഭാഷയിൽ ഒന്നും കൂടെ പറയാം, 2 ദിവസം കൊണ്ട് എത്തേണ്ടത് ഇപ്പോൾ 4 ദിവസമായിട്ടും എത്തിയിട്ടില്ല. അതിൻ്റെ 13-ാമത്തെ വാക്യം, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി അവർ നങ്കുലമെടുത്തു ക്രേത്തദ്വീപിൻ്റെ മറപറ്റി ഓടി. അപ്പോൾ ഈശാനമൂലൻ എന്നൊരു കൊടുങ്കാറ്റടിച്ചു, കാറ്റിൻ്റെ നേരെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം കുടുങ്ങിപ്പോയി. എങ്ങനെയെങ്കിലും 2 ദിവസം കൊണ്ട് എത്തുന്നത് ഒരു 4 ദിവസം കൊണ്ട് ഓടി എത്താം എന്ന് വിചാരിച്ച് ഒന്ന് പ്രത്യാശ വെച്ച് ഇരിക്കുകയായിരുന്നു. ഒന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച്, അതായത് ഒന്നും കൂടെ പറയാം, 2 ദിവസം കൊണ്ട് എത്താമെന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരുന്ന കപ്പൽ ഇപ്പോൾ എന്ത് ചെയ്യുക, പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 5 ദിവസത്തിനകം എത്താമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ എന്താ ചെയ്യുക, ഈശാനമൂലൻ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റും കൂടെ ആഞ്ഞടിച്ചേക്ക്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത, മുൻപോട്ടുമല്ല, നമ്മൾ പഴഞ്ചൊല്ല് പറയും, ചെകുത്താനും കടലിനും നടുക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നിൽക്കുകയാണ്. ഇനി 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കി.
മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി എന്ത് ചെയ്തു? കൈവശമാക്കി. ഇവരുടെ രക്ഷപ്പെടാനുള്ള ലൈഫ് ജാക്കറ്റ് വരെ വെള്ളത്തിൽ ചാടി പോയി. അത് എന്ത് ചെയ്തു? അവസാനം ഒരു കണക്കിന് രക്ഷപ്പെടുത്തി വീണ്ടും കയറ്റി. ഇനി 18-ാമത്തെ വാക്യം, ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം മലയുകൊണ്ട് പിറ്റേന്നാൾ അവർ ചരക്ക് പുറത്തു കളഞ്ഞു. ഇനി 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ട് മിരിക്കുകയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോകാന്ന് പറഞ്ഞത്? റോമയിൽ പോകാന്ന് പറഞ്ഞത്. കപ്പലിനകത്തോട്ട് കയറി അന്നോട്ട് എന്ത് ചെയ്യാം? പ്രശ്നമാണ്. ഇനി എങ്ങനെയെങ്കിലും വല്ല വിധേനയും ഒന്ന് റോമയിലെത്താം. 10 ദിവസമെങ്കിൽ 10 ദിവസം എങ്ങനെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞാൽ കപ്പലിനകത്ത് ഇരുന്ന് അന്നേരം ദാണ്ട വരുന്നു ഈശാനമൂലൻ എന്ന് പറയുന്ന ഒരു കൊടുങ്കാറ്റ്. ഇനി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് വന്നതും പോരാ, ഇപ്പോഴെന്ത് ചെയ്യുക? കപ്പൽ മുങ്ങിപ്പോകരുതെന്ന് വിചാരിച്ച് അതുവരെയും ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ വെച്ച് വാങ്ങിയ ചരക്കും കൂടെ എന്ത് ചെയ്തു? കടലിലിട്ടു. ഇനി അതും പോരാഞ്ഞിട്ട് കപ്പൽ കോപ്പും കൂടെ എടുത്ത് ഒരു സാധ്യതയും, അതായത് ഇനി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആ പരുവത്തിന് ഇപ്പൊ എന്ത് ചെയ്യുക? നടുക്കടലിന്റെ മുമ്പിൽ നിൽക്കുക. നമ്മുടെ ജീവിതവും ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആണോ? നമ്മുടെ ജീവിതയാത്രയും ഇതുമായൊക്കെ കണക്റ്റഡ് ആണോ? രക്ഷപ്പെടാമെന്റെ മാക്സിമം കിടന്ന് തുടയുന്നുണ്ട്. രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഏതൊക്കെ നിലവാരത്തിൽ നിന്ന് ട്രൈ ചെയ്യാമോ അതിൻ്റെ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ശുഭദുർമുഖത്ത് എത്തിയെന്ന് വിചാരിക്കുമ്പോഴേക്കും എപ്പോഴെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു ഈശാനമൂലം വരും. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ കപ്പൽ കോപ്പും കൂടെ കളഞ്ഞിട്ട് രക്ഷപ്പെടേണ്ട അവസ്ഥയിലോട്ട് എത്തുകയാണ്. എന്നെ അവിടെ ചിന്തിപ്പിച്ച ഭാഗം അതിൻ്റെ 22-ാമത്തെ ഭാഗ്യം. ഇത്രയൊക്കെ നഷ്ടം സംഭവിച്ച് ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഭക്തൻ അതിനകത്തുണ്ട്. അവൻ്റെ വാക്കുകളാണ് എന്നെ ബലപ്പെടുത്തിയത്. 22-ാമത്തെ വാക്യം, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇത്രയൊക്കെ പ്രശ്നം നടക്കുമ്പോൾ, മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ ധൈര്യത്തോടെ അവരുടെ മുമ്പിൽ ഒരു വാക്കെങ്കിലും പറയുവാൻ കഴിയുമോ? നമ്മുടെയൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ പ്രതിസന്ധിയിലാണെങ്കിൽ മറ്റുള്ളവരും കൂടെ പ്രതിസന്ധി പറയുമ്പോൾ അതിനേക്കാളും വലിയ പ്രതിസന്ധി നമ്മൾ അങ്ങോട്ട് അവരോട് പറയും. അച്ഛാ ഇന്ന പോലെ പ്രശ്നത്തിലാണ്, ഇങ്ങനെ അങ്ങനെ ജോലി സ്ഥലത്ത് അങ്ങനെയാന്ന് പറയുമ്പോൾ തന്നെ ആർക്കാ പ്രശ്നമില്ലാത്ത? ഞങ്ങളുടെ വാർഡിലോട്ടൊന്ന് നോക്ക്, ഞങ്ങൾ അവളെ കിടന്ന് എന്താ പ്രശ്നമെന്നറിയാമോ? അവിടെ പൗലോസ് പറഞ്ഞു നോക്കിക്കേ, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരട്ടെ. നമുക്ക് തന്നെ ധൈര്യം നൽകുന്ന വാക്കുകളായി മാറട്ടെ. നമുക്ക് മാത്രമല്ല മറ്റുള്ളവരും കൂടെ ധൈര്യപ്പെടുത്തുന്ന വാക്ക്. നമ്മുടെയൊക്കെ പ്രശ്നം നമ്മുടെ ധൈര്യം ഓൾറെഡി ചോർന്നൊരിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ ഉള്ള ധൈര്യം കൂടെ അവനെന്ത് ചെയ്യും? നോക്കിക്കേ അടുത്ത ഭാഗം, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നപ്പോൾ മനസ്സിലായോ? കപ്പലിനകത്തിരിക്കുന്ന, അവിടെ എണ്ണം പറയുന്നുണ്ട്, 200 സംതിങ് ആൾക്കാരുണ്ട്.
അവരുടെ മുമ്പിൽ ഇത്രയും ധൈര്യത്തോടെ നിന്ന് പൗലോസ് പറയാനുള്ള ധൈര്യം കിട്ടിയത് സ്വർഗത്തിലെ ദൂതൻ അവനെ ബലപ്പെടുത്താനായിട്ട് ഇറങ്ങി വന്നു. ഇന്ന് പകൽ ആത്മാവിലൊന്ന് വിളിച്ചു പറയുകയാണ്, നിന്റെ പ്രശ്നത്തിൻ്റെ വേളയിൽ, നിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ മുഖത്ത് ആ പ്രശ്നത്തെ നോക്കി പകച്ചു നിൽക്കുവാനല്ല, നിന്റെ പ്രാർത്ഥന മുറിക്കകത്തോട്ട് കയറി സ്വർഗത്തോടൊന്ന് നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് നിനക്ക് മറുപടി നൽകുവാൻ വിശ്വസ്തനായവനാണെന്ന് ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്. നോക്കിക്കേ, ഒരുത്തൻ കാടിനകത്ത്, ഇന്ന് വരെ കിടന്നുറങ്ങാത്ത കാടിനകത്ത് ഒരുത്തൻ കല്ല് തലണയായി വെച്ച് കിടന്നുറങ്ങുകയാണ്. പക്ഷെ അവിടെ ദൈവ സാന്നിധ്യം അവിടെ നിന്ന് ദൂതമായി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടെങ്കിൽ, ഇന്ന് പകൽ ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് പ്രതികൂല സാഹചര്യമായിക്കോട്ടെ, അവിടെ നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് നിന്നെ ധൈര്യപ്പെടുത്തുന്ന പകലായി മാറട്ടെ. 25-ാമത്തെ വാക്യം, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിക്കുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. എന്താ സംഭവിക്കാൻ ദൂത് പറഞ്ഞത്? കപ്പലിനല്ലാതെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കത്തില്ല. കപ്പലിനല്ലാതെ. ഇപ്പോൾ യാത്ര എവിടെ എത്തിയെന്നറിയോ? 13 ദിവസം കഴിഞ്ഞു. 13-ാമത്തെ ദിവസമാണ് ഈ അഭിഷിക്തൻ പറയുന്നത്, കപ്പലിനല്ലാതെ ഈ ഒരു പ്രശ്നം വരത്തില്ലെന്ന്. ശുഭതുറമുഖത്ത് എത്തിയത് ശുഭമാണെന്നാ വിചാരിച്ചത്. ഇപ്പം 13 ദിവസമായിട്ടും ഒരു ശുഭവും ഇല്ല, ഒരു സുഖവും ഇല്ല, ഒരു സൗഖ്യവും ഇല്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ദിവസം പോയാൽ മതി, 13 വേണ്ട. ഒരു ദിവസമായി, 2-ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും മതി യഹോവേ മതി. ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞാൻ ഇനി പ്രാർത്ഥിക്കാനുമില്ല, ആരാധനയ്ക്ക് പോയിട്ട് ഇതിനാണോ ഞാൻ പോകുന്നത്? ഇതിനാണോ അവിടെ കൊണ്ടുവന്ന് തൊണ്ട കയറി ആരാധിക്കുന്നത്? ഇതിനാണോ ഞാൻ പോയത്? നിൻ്റെ വേണമെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡാണ് ഇത്ര നിലവിളിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയാണ് നിലവിളിക്ക് കൂടെ ഇരിക്കുന്ന വ്യക്തിയോടെ പറയും, ഇപ്പോൾ പ്രാർത്ഥനയ്ക്കാൻ പോയിട്ട് ഇപ്പം എന്നായി? അകത്തും പുറത്തും പീഡനം. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാന്ന് വെച്ച് ഹസ്ബൻഡിനോട് ചെന്ന് കഥ പറഞ്ഞു. അന്നേരം ഹസ്ബൻഡ് ചോദിക്കാം, ഭയങ്കര ചാട്ടമായിരുന്നല്ലോ, ഭയങ്കര പാട്ടായിരുന്നല്ലോ, ഇപ്പം എങ്ങനെയുണ്ട്? തിരിച്ചു നോക്കിക്കേ, ഭക്തൻ പറയുക, കപ്പലിനല്ലാതെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത സെന്റൻസ് ആണ് ഇത് പറയുന്നത്, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ സേവിക്കുന്ന ദൈവത്തെ ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. ധൈര്യസമേതം എവിടെയും ഏത് സാഹചര്യത്തിൻ്റെ മുഖത്തും നമുക്കിതുപോലെ ഒന്ന് പറയാൻ കഴിയുമോ? ഞാൻ സേവിക്കുന്ന ദൈവത്തെ ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു. 13 ദിവസം കഴിഞ്ഞു, 14-ാമത്തെ ദിവസമായി. 14-ാമത്തെ ദിവസമായി, നിരാശയാണ്. അവിടെ നേരം വെളുക്കുവാനൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. അവർ ഭയങ്കര പ്രയാസത്തിലാണ്. അതിൻ്റെ 34-ാമത്തെ വാക്യം, 13 ദിവസമായിട്ട് ഉപവാസ പ്രാർത്ഥനയാണ്. ഇതുവരെയും ഉപവസിക്കാത്തയും പ്രാർത്ഥിക്കാത്തയും സകല എണ്ണം ഇപ്പം എന്ത് ചെയ്യുക? കൊറോണ വന്നപ്പോഴൊക്കെ എന്തോ ഒരു ഉപവാസമായിരുന്നല്ലേ. ഇപ്പം ചത്തുവും മൂക്കിക്കൂടെയും വായിക്കൂടെയും എന്തുവാ പപ്പായയുടെ വില കോരി ഒഴിക്കുന്നു, നാരങ്ങ നീര് കോരി ഒഴിക്കുന്നു. എന്നൊക്കെ ബഹളമായിരുന്നു ജീവനിൽ കൊതിയുള്ളത് കൊണ്ട്. എന്തൊരു ഉപവാസമായിരുന്നെന്നറിയാവോ? ഇപ്പോഴൊക്കെ ഉപവസിക്കുന്നുണ്ടവർക്ക് മഹത്വം. കർത്താവ് അവരെയൊക്കെ സഹായിക്കട്ടെ. ജോലി തിരക്കുകളൊക്കെ ഉണ്ടെന്നേ, പ്രശ്നങ്ങളുണ്ടെന്നേ, എല്ലാം തിരക്കാം. പക്ഷെ അതിൻ്റെ ഇടയിലും ഉപവസിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുള്ളതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ ഉപവസിക്കുവാനായിട്ട് തയ്യാറാകട്ടെ. പറഞ്ഞു വിടുകയാണ്. 14 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വ്യക്തികൾ ജീവഭയം കൊണ്ടാകട്ടോ, അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, ജീവനിൽ കൊതിയുള്ളത് കൊണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്നുള്ള ചിന്ത കൊണ്ട് പ്രാണഭയത്തിൻ്റെ അങ്ങേയറ്റത്ത് നീക്കുക.
വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, എല്ലാം ഉണ്ട്. പക്ഷെ കഴിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും അല്ല. ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചവൻ, ദൈവിക ദൂത് ലഭിച്ചവൻ, സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി ധൈര്യപ്പെട്ടവൻ, ദൈവമുഖം കണ്ടവൻ, അവൻ പറയുക, ദേ നിങ്ങളിൽ ഒരുത്തൻ്റെ തലയിൽ ഒരു രോമം പോലും പൊഴിയത്തില്ല, കപ്പലിനല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാം, നിങ്ങൾ എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കും. സമാധാനം എന്തെന്നറിയാത്ത 14 ദിനരാത്രങ്ങളിൽ അന്ന് രാത്രി അവിടെ ഒരു സമാധാനം വന്നിട്ടുണ്ടായിരിക്കും. ഉറപ്പാണോ? ആണോ അല്ലയോ? പറ. ആണ്. 13 ദിവസമായിട്ട് രാത്രി ഏതെന്നോ പകൽ ഏതെന്നോ അറിയത്തില്ല, പ്രശ്നത്തിന്റെ അങ്ങേറ്റത്തെ കൂമ്പാരത്തിൽ നിൽക്കുകയാ. പക്ഷെ 14-ാമത്തെ ദിവസത്തിൽ അപ്പോസ്തലൻ അവരെ നോക്കി പറയുക, നിങ്ങളുടെ തലയിലെ മുടി പോലും കൊടിയത്തില്ല, കപ്പലിനല്ലാതെ ഒരുത്തനും ഒരു പ്രശ്നം പോലും നേരിടത്തില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അന്ന് രാത്രി ഉറപ്പായിട്ടും അവനിൽ വ്യാപരിച്ച ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവരിലേക്കും വ്യാപരിച്ചു കാണും. നോക്കിക്കേ, ഞങ്ങൾ ആ കപ്പലിൽ 276 ആളുണ്ടായിരുന്നു. നമുക്ക് ഒരാളോട് ഇതുപോലെ ഒന്നും പറയാൻ മേല. 276 എണ്ണത്തിനകത്ത് പടയാളികളുണ്ട്, സൈന്യാധിപനുണ്ട്, എല്ലാവരും ഉണ്ട്, വിദ്യാസമ്പന്നരായവരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ മുമ്പിൽ പറയുക, നിങ്ങൾക്ക് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, അവൻ എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കും. ഇന്ന് പകലിൽ നിങ്ങളോട് ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിനകത്ത്, ഏത് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് മുമ്പൊക്കെയും നിങ്ങൾക്ക് പറയാൻ, ധൈര്യസമേതം പറയാൻ കഴിയുമോ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുന്നൊരു കർത്താവാ. കാരണം ഞാൻ അവനിൽ വിശ്വസിക്കുന്നുണ്ട്. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം സൂക്ഷിപ്പാൻ അവൻ ശക്തനായവനാ. 276 ആളുകൾ ഉണ്ടായിരുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് പരിശുദ്ധാത്മാവിൽ ധൈര്യപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട അഭിഷിക്തൻ അതുവരെ പട്ടിണി ഇരുന്നവന്റെ മുമ്പിൽ വെച്ച് അപ്പം നുറുക്കി അവൻ ഭക്ഷിച്ചു. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്നവന്റെ അടുത്ത് ചെന്ന് ഇന്ന് പകൽ ധൈര്യം നൽകുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും കണ്ടിരിക്കുകയാണ്. നിരാശയുടെ, ഭാരത്തിന്റെ, പ്രശ്നത്തിന്റെ മുഖത്ത് നീ അവിടെ ചെന്നിട്ട് അവരുടെ പ്രശ്നത്തിനകത്ത് കയറി ഒന്നും കൂടെ പ്രശ്നമാക്കുവാനല്ല, അവിടെ ചെന്ന് ധൈര്യപ്പെടുത്തുവാനുള്ള ഒരു അഭിഷേകം നിന്റെ മേൽ കർത്താവ് അയക്കുകയാണ്. അടുത്തത്, അവർ തിന്നു തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പൗലോസിനോട് പറഞ്ഞതുപോലെ തന്നെ അവിടെ സംഭവിച്ചു. കപ്പൽ നശിക്കപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു അക്കരെ കയറി. ഈ തണുപ്പിനകത്തും ചൂട് നൽകാൻ വേണ്ടി കാണിച്ച അവിടെ കുറച്ച് മനുഷ്യന്മാരുണ്ട്, സ്നേഹം കാണിച്ച കുറച്ച് മനുഷ്യന്മാർ. ഇത്രയും ദിവസം കഷ്ടപ്പെട്ട്, ഇത്രയും ദിവസം പട്ടിണി കിടന്ന്, പകലെന്നോ രാത്രി അറിയാതെയോ കരയേതെന്നോ പോലും അറിയാതെ സഞ്ചരിച്ച പൗലോസിൻ്റെ കൂടെയുള്ള ഈ കപ്പലിലുണ്ടായിരുന്ന 278 ആളുകൾ കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയ്ക്ക് കയറിയപ്പോൾ, ആരായാലും സ്നേഹം കാണിച്ചാൽ നമ്മുടെ മനസ്സും വളരെയധികം തണുക്കും. ശരിയല്ലേ? തണുത്തു. പൗലോസും അവരോടൊപ്പം ചേർന്ന് കുറച്ച് വിറക് വിറക്കി അതിനകത്തേക്ക് ഇട്ടു. ഇട്ടതും പൗലോസിൻ്റെ കൈക്ക് ഒരണലി കയറി കടിച്ചു. അവിടുത്തെ ബർബർമാർ അത് കണ്ടപ്പോൾ, ഒരു മനുഷ്യൻ കുലപാതകനാണ്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ഇത്രയൊക്കെ ജീവിതത്തിനകത്ത് പ്രശ്നം നേരിടുമ്പോഴും, ഇത്രയൊക്കെ
ഒന്നിനു മീതെ ഒന്നായി ജീവിതത്തിനകത്ത് പൗലോസ് പ്രശ്നങ്ങൾ നേരിടുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു ദൈവപ്രവൃത്തി അവനിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. കപ്പലിന് പ്രശ്നം സംഭവിക്കുന്നു. ചരക്കെല്ലാം അന്ന് വരെയുള്ള ആ കപ്പലിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ, ആ ചരക്ക് മുഴുവൻ എറിഞ്ഞു കളയുന്നു. കപ്പലിൻ്റെ കോപ്പെടുത്ത് കടലിനകത്തിടുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഈശാനമൂലൻ എന്നുള്ള കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളപ്പോഴും അവൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. കാറ്റേതെന്നോ കരയേതെന്നോ കടലേതെന്നോ അറിയാത്ത ഇരുട്ട് മൂടി നിൽക്കുന്ന ആ സന്ദർഭത്തിലും പ്രാർത്ഥന മുറിക്കകത്ത് കയറി ദൈവശബ്ദം കേൾക്കുന്ന ഒരു അഭിഷിക്തൻ. അവൻ മാത്രം ദൈവശബ്ദം കേട്ടതല്ല, മറ്റുള്ളവർക്ക് കൂടി അത് പകർന്ന് അവനെയും കൂടെ ധൈര്യപ്പെടുത്തുവാനുള്ള ഒരു ആത്മാഭിഷേകം അവൻ്റെ മേൽ പകർന്നു. ഇനി കരയ്ക്ക് വന്നു കഴിഞ്ഞപ്പോഴോ, കരയ്ക്ക് വന്നിട്ടും അവിടെയും ഒരു ദൈവപ്രവൃത്തി അവന് വേണ്ടി വെളിപ്പെടുത്തുവാൻ, പാമ്പ് കയറി ചുറ്റി അവൻ കടിച്ചു വീഴും, അവൻ നശിച്ചു പോകുമെന്ന് വിധി പറഞ്ഞെടുത്ത് അതിനെ കുടഞ്ഞു കളഞ്ഞ് അപ്പുറത്ത് മഹത്വകരമായൊരു ശുശ്രൂഷ അവനിലൂടെ ചെയ്തെടുക്കുവാൻ കർത്താവ് വിശ്വസ്തനാണെങ്കിൽ ഇന്ന് പകലിൽ പറയണം, ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കഷ്ടത വന്നാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ നേരെ ആഞ്ഞടിച്ചാലും ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയണം, അവൻ എൻ്റെ ഉപനിധിയാ, അവൻ എന്നെ സൂക്ഷിപ്പാൻ വിശ്വസ്തനായവനോ. ഏലിയാവ് നോക്കിക്കേ, ഏലിയാവിൻ്റെ ജീവിതത്തിനകത്ത് പ്രശ്നം വന്ന് ചൂരച്ചെടിയുടെ തണലിൽ ചെന്ന് മതി യഹോവേ മതി എന്ന് പറഞ്ഞ് കിടക്കുന്ന സാഹചര്യം. ഇതോടെ മതി, എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാ എന്ന് പറയുന്ന ആ സാഹചര്യത്തിനകത്തും കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങിച്ചെന്ന് അവനെ തട്ടി ഉണർത്തി, അവനെ ബലപ്പെടുത്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെയോ ദൂത് കൈമാറുകയാ. നിന്റെ തളർച്ചയുടെ വേളകളിൽ, നിന്റെ നിരാശയുടെ വേളകളിൽ നീ അപകടം കൊണ്ട് മതി എന്ന് പറഞ്ഞാൽ നിന്നെ അക്കര മഹത്വമേറിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നിന്നെ അയക്കുന്ന ദിവസങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവം തട്ടി ഉണർത്തുമ്പോൾ നീ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ തയ്യാറാകുക. ദൂതൻ ഇറങ്ങി വന്നാൽ അവിടെ ബലത്തിന്റെ ശബ്ദമായി മാറുകയാണ്. തളർച്ചകളെ മാറ്റുന്നതാ, വേദനകളെ മാറ്റുന്നതാ, നിരാശകളെ മാറ്റുന്നതാ. ഇന്ന് പകലിൽ കർത്താവിനോട് പറയണം, കർത്താവേ അങ്ങന്റെ ഉപനിധിയാ, അങ്ങനെ അന്ത്യത്തോളം കാക്കുവാൻ വിശ്വസ്തനായ കർത്താവിന്റെ കരമാ. നോക്കിക്കേ, യോന എന്നൊരു വ്യക്തിയെ നോക്കിക്കേ, ദൈവശബ്ദം കേട്ടതാ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് അവനോട് ദൂത് പറഞ്ഞതാ പോയി പ്രസംഗിക്കാൻ. പക്ഷെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചൊരു യാത്ര. നമുക്കും പലപ്പോഴും അങ്ങനെയാണല്ലോ, ദൈവത്തിൻ്റെ ദൂത് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് തോന്നിയിട്ട് നമ്മളും നമ്മുടേതായ ചില വഴികൾ, ഇതിലേ പോയാൽ പെട്ടെന്ന് അവിടെ എത്താൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞ് നമ്മളൊരു റൂട്ട് വെട്ടി ഓടും. ഇതുപോലെ തന്നെ യോനയും ഒരു റൂട്ട് വെട്ടി ഓടിയതാ. പക്ഷെ ഇപ്പോൾ അവൻ്റെ റൂട്ട് കടലാനയുടെ വയറ്റിനകത്താണ്. ദൈവശബ്ദം അപ്പുറത്ത് പോയി പ്രസംഗിക്കാനാ. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം മാറ്റിവെച്ചിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്തപ്പോൾ ഇപ്പോൾ അവൻ്റെ യാത്രയുടെ അന്ത്യം കടലാനയുടെ വയറ്റിനകത്താ. കടലാനയുടെ വയറ്റിനകത്ത് കടന്ന് ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്, കർത്താവേ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. ഒറ്റ കടലാനയുടെ വയറ്റിൽ കയറിയ ഒറ്റ ഒരു ജീവി പോലും പുറത്ത് ജീവനോടെ വന്നിട്ടില്ല. പക്ഷെ അഭിഷിക്തനകത്ത് കയറിയപ്പോൾ അവൻ ജീവനോടെ വെളിയിൽ വന്നു. നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിനകത്തൂടെ കടന്നുപോയിട്ട് അവിടെ വെച്ച് മരണകരമായ ചിലത് നിന്നെ പിടിച്ചെന്നിരിക്കാം. കർത്താവേ, ആ മരണകരമായ വിഷയത്തിനകത്താണെങ്കിലും ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ഞാൻ പുറത്തു വരും. ഇന്നലകളിൽ ആരൊക്കെയോ മരണകരമായ അകത്ത് പൊട്ടുപോയിട്ടുണ്ടെങ്കിലോ ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം അത് നിറവേറുവാൻ വിശ്വസ്തനായത് കൊണ്ട് ഞാൻ മരിക്കുകയല്ല, ഞാൻ ജീവനോടെ പുറത്തു വരും. കാരണം 91 സങ്കീർത്തനകാരൻ പറയുന്നത്, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിക്കും. കടലാനയുടെ വയറ്റിലകപ്പെട്ട യോനയ്ക്ക് അത്ഭുതകരമായ വിടുതൽ നൽകി. ഇന്നലെ ദൈവശബ്ദം കേട്ട് അവൻ്റെ ഇഷ്ടത്തിനാ പോയെങ്കിൽ ഇന്ന് ദൈവശബ്ദം കേട്ട് ആ ദൈവം പറഞ്ഞ വഴിക്ക് യാത്ര തിരിക്കുകയാണ്. ജീവിതത്തിനകത്ത് എപ്പോഴെങ്കിലും ദൈവത്തിൽ നിന്ന് ചില ശാസനകൾ, ചില ചെറിയ ചെറിയ അടികൾ കിട്ടുന്നുണ്ടെങ്കിൽ മനം തിരിഞ്ഞു മടങ്ങി വരവനുള്ളതും കൂടെയാണെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്. നോക്കിക്കേ, ശിംശോൻ എന്ന് നോക്കിക്കേ,
ശിംശോന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ച്. അതുവരെ ഉണ്ടായിരുന്ന അവൻ ചെയ്ത സകലവിധ അത്ഭുതങ്ങളും, അവനിലൂടെ ദൈവം പ്രവർത്തിച്ചതൊക്കെ ഒന്നുമല്ല എന്ന നിലവാരത്തിലേക്ക് സകലരുടെയും മുമ്പിൽ നിന്ദയ്ക്കും അപമാനത്തിനുമാക്കി വെച്ചിട്ട് അവൻ്റെ അവസാനത്തേതിൽ അവൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇപ്പോഴെന്നെ ഒന്ന് ഓർക്കണം, ഇപ്പോഴെന്നെ ഒന്ന് ഓർക്കണം. അവിടെ എഴുതിയിരിക്കുന്നൊരു പദമുണ്ട്, അവൻ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനേക്കാളും നശിപ്പിച്ചതിനേക്കാളും വലിയ ഒന്ന് അവൻ മരിക്കുമ്പോൾ ചെയ്തത്. അതോടെ അവൻ്റെ ചരിത്രം അവസാനിച്ചെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, ആദിമ വിശുദ്ധിയിലേക്കും ആദിമ വെളിപ്പാടിലേക്കും ആദിമ ദൈവസ്നേഹത്തിലേക്കും ആദിമ ദൈവിക കാഴ്ചപ്പാടിലേക്കും ഒന്ന് മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, നീ വീണ് അവിടം കൊണ്ട് നശിക്കുവാനല്ല, ദൈവം നിന്നെ ജീവിപ്പിച്ച് ശത്രുക്കൾ കാണുക ലജ്ജിപ്പിക്കുവാൻ സംഗതി വരുത്താതെ നിന്നെ ഉയർത്തി മാനിച്ചു നിർത്തുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ശിംശോന്റെ ശക്തി അവനിൽ നിന്ന് ക്ഷയിക്കപ്പെട്ടത് അവൻ്റെ തലയിലെ ജട മുറിച്ച് കളഞ്ഞപ്പോഴാണ്. അവൻ്റെ തലയിലെ ജട മുറിച്ച് കളഞ്ഞപ്പോഴാണ്. ഇന്ന് പകലിൽ നമ്മുടെ പ്രാർത്ഥന എന്ന ജട മുറിച്ച് കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വചനധ്യാനം എന്ന ജട മുറിച്ച് കളഞ്ഞപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് പറയണം, ഇന്ന് പകലിൽ പറയണം, കർത്താവേ, ഞാനൊരു പുനഃപ്രതിഷ്ഠയിലേക്ക് വരികയാണ്. എൻ്റെ പ്രാർത്ഥനയുടെ മുടി ഈ ദിവസങ്ങളിൽ ഒന്ന് വളർത്തണമേ. എൻ്റെ വചനത്തിൻ്റെ ധ്യാനം എന്നിലൊന്ന് വളരട്ടെ. ഇത് രണ്ടും നിന്നെ ജീവനുള്ളതാക്കി മാറ്റുന്നതാ. യോഹന്നാൻ എന്ന് നോക്കിക്കേ, പത്മോസിൻ്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്കൊരുത്തൻ നിൽക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും തിരമാലകളുടെ ശബ്ദം മാത്രം. യോഹന്നാൻ ആ പത്മോസിലേക്ക് നാട് കടത്തുന്നതിന് മുമ്പേ അവൻ കേട്ട് കാണുമായിരിക്കും ഇതിനു മുമ്പ് പോയവരുടെ ചരിത്രങ്ങൾ. അവിടെ ചെന്നാൽ അവിടം കൊണ്ട് അവസാനിച്ച് വീഴുമെന്ന്, വേറെ ഒരു ജീവിതം ഇനി അങ്ങോട്ട് രക്ഷപ്പെടാനില്ലെന്ന് ഒരു പക്ഷേ യോഹന്നാൻ പലപ്പോഴും കേട്ട് കാണുമായിരിക്കാം. സത്യമല്ലേ? ഇനിയൊരു ജീവിതം ഇല്ല, അവിടം കൊണ്ട് തീർന്നുവെന്ന്. പക്ഷേ അഭിഷേകം പ്രാപിച്ചവൻ, ദൈവശബ്ദം കേട്ടവൻ, ആ പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്തും കത്ര ദിവസത്തിൽ ആത്മവിവശനായി. നമുക്കിവിടെ കൂടെ പാടാൻ ഇത്രയും പേരുണ്ട്, സൗണ്ട് സിസ്റ്റമുണ്ട്, കീബോർഡ് വായിക്കുവാൻ കുഞ്ഞുങ്ങളുണ്ട്, ഗിറ്റാർ വായിക്കാൻ സഹോദരങ്ങളുണ്ട്, വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ സഹോദരങ്ങളുണ്ട്, ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ പാസ്റ്ററുണ്ട്, കൂടെ കൈയടിച്ചില്ലെങ്കിലും കൂടെ നിൽക്കാൻ ആളുണ്ട്, അഭിഷേകം പ്രാപിച്ചവർ കൂടെ നിന്ന് ആരാധിക്കുവാൻ നമ്മെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ആളുണ്ട്. എന്നിട്ടും ആരാധിക്കാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒറ്റയ്ക്കൊരുത്തൻ നിന്ന് ആത്മാവിൽ സ്വർഗീയ ദർശനങ്ങളെ കാണുകയാണ്. കൂട്ടത്തിൽ പാടാനും കൂട്ടത്തിൽ ആരാധിക്കാനും കൂട്ടത്തിൽ പ്രാർത്ഥിക്കാനും ആളില്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്റെ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ ദർശനം നീ കാണട്ടെ. ഒരുപക്ഷെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാനും കൂട്ടത്തിൽ കൈയടിക്കുമ്പോഴും നമുക്കൊരു ഉത്സാഹമാ. കൂട്ടത്തിൽ പാടുന്ന ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, കൂട്ടത്തിൽ ഇതിനകത്ത് 2 ഡ്രംസും കൂടെ വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. എന്തിനാ? ഒരു ഓളം പറഞ്ഞേ, ഒരോളം കിട്ടിയാനെ അല്ലേ? ബേസ് ഗിറ്റാറിൻ്റെ കൂടെ ഒരു ലീഡ് ഗിറ്റാറും ഒരു ഡ്രമ്മും അതിൻ്റെ കൂട്ടത്തിൽ ഒരു സബ് കൂടെ വരുവാണെങ്കിൽ ചിച്ചോ നല്ലതല്ലേ? നല്ലതാ. എന്തിനാ? ഒരു ഉഷാറങ്ങോട്ട് കിട്ടിയാനെ. നിന്റെ ഏകാന്തതയ്ക്കകത്തും ഈ ദൈവീയ ദർശനം നീ കാണുന്നുണ്ടോ? ഓളത്തിനകത്ത് നിന്ന് മുമ്പോട്ട് പോകാനല്ല, ഓളത്തിനനുസരിച്ച് പടക് പോകാനല്ല, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ ഒറ്റക്കിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്.
ഒന്നും കൂടെ അവിടെ നിന്ന് പറയാം. നീ ഒറ്റക്കിരിക്കുമ്പോൾ ദൈവശബ്ദം നീ കേട്ടിട്ടുണ്ടെങ്കിൽ, നീ ഒറ്റക്കിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആരാധനയ്ക്കകത്ത് വരുമ്പോഴും നിന്റെ സാന്നിധ്യം നീ വന്നിരിക്കുമ്പോൾ തൊട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടാ നീ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആരാധനയ്ക്കകത്ത് ഒരു പഞ്ഞവും നീ കാണിക്കരുത്. നമ്മുടെയൊക്കെ പ്രശ്നം ആരെങ്കിലുമൊക്കെ കാണില്ലേ, ഞാൻ മറിഞ്ഞു വീഴുമോ, എൻ്റെ കൈ അവരുടെ മേത്തങ്ങാണം തട്ടിക്കഴിഞ്ഞാലോ, അതൊന്നും ചിന്തിക്കരുത്. നിന്നെ വീണ്ടെടുത്ത കർത്താവിൻ്റെ കരമാണ് നിന്നോട് കൂടെയുള്ളതെങ്കിൽ, നിന്നെ രക്ഷിച്ച ദൈവമാണെങ്കിൽ, നിന്നെ വീണ്ടെടുത്ത, നിന്നെ കണ്ട് പ്രാണന് തുല്യം നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവാണ് നിൻ്റെ കൂടെ ഉള്ളെങ്കിൽ, നീ എന്തിന് മറ്റുള്ളവരെ നോക്കണം? ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം. നിങ്ങളുടെ കരം തട്ടി മറ്റുള്ള ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങോട്ട് മാറി നില്ലുന്നേ, എന്നിട്ട് ചാടി ആരാധിക്കേ. ആരാധനയ്ക്കകത്ത് ഒരു മടിയും കൂട്ടരുത്. നമ്മൾ കാണിക്കുന്നതനുസരിച്ച് കർത്താവ് ഒന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അവന് തക്ക പറഞ്ഞേ മഹത്വം കൊടുപ്പിൻ. അത് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കേ. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ നിൻ്റെ മകനാണല്ലോ, നീ എനിക്ക് വേണ്ടി വഴി തുറക്കണം എന്ന് പറയുമ്പോൾ കർത്താവിന് തിരിച്ചു പറയുക, ആദ്യം നീ എനിക്ക് വേണ്ടി മഹത്വം കൊടുത്താ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഇന്ന് ഈ സമയത്ത് ശ്വാസം വിടാൻ കാണുമായിരുന്നോ? ദൈവം അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ടാ, ദീർഘക്ഷമയോടെ ഇരിക്കുന്നത് കൊണ്ടല്ലേ. പകരത്തിന് പകരം അവൻ ശകാരിച്ചിരുന്നെങ്കിൽ, പകരത്തിന് പകരം അവൻ ചെയ്തിരുന്നെങ്കിൽ എവിടെ നിൽക്കുമായിരുന്നു നമ്മൾ? അവൻ ദീർഘക്ഷമയോടെ ഇരിക്കുന്ന കർത്താവാണ്. അവൻ ദീർഘക്ഷമയോടെ ഇരിക്കുന്നൊരു കർത്താവായതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിനോട് പറയണം, ഈ പ്രശ്നത്തിൻ്റെ മുകളിലും കർത്താവിൻ്റെ ജയത്തോടെ നടത്തും. ഇന്ന് പകലിൽ ആത്മാവിൽ നിന്ന് പറയാൻ കഴിയുമോ, കർത്താവേ ഈ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, നീ എന്നെ ജീവിപ്പിക്കും. വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങണ്ട, വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങണ്ട. ദൈവത്തിൽ നീ പ്രത്യാശ വയ്ക്കേ, അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയാ. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ.